ഇന്ന് എൻ്റെ കസിൻ്റെ എൻഗേജ്മെന്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻഗേജ്മെന്റ് പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, പിന്നെ എൻഗേജ്മെന്റ് വ്ളോഗും കൂടെ കാണാം. സോ ഞാൻ ഇപ്പൊ തന്നെ സാധാരണ പോലെ തന്നെ ഞാൻ ലേറ്റ് ആയി, സമയമില്ല. ഇനി എനിക്ക് ആകെ അരമണിക്കൂറുള്ള സമയമുള്ളൂ ഇത് ഒരുങ്ങാൻ ഫുള്ള്. ഞാൻ പെട്ടെന്ന് കേട്ടെ, ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിൽ ചെറിയ മുടികൾ കിടക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്തൊക്കെ കിട്ടായിട്ടുണ്ടല്ലേ. ടൈമില്ല അതുകൊണ്ടാട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എത്ര പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. അത് പക്ഷെ ലേറ്റാണ്. സോ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസർ കത്താൻ പറ്റത്തില്ല, അത് പുതിയതൊന്നും അവങ്ങിയിരിക്കുക. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഞാൻ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ എടുക്കുന്നത്. ഇതൊക്കെ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഞാൻ കഴിഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും അപ്ലൈ ചെയ്യുക. എനിക്ക് ഇതിലും നോക്കി ബ്ലെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കമാൻഡ് എടുത്തത് കേട്ടോ. സോ ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തു. ഇത് അബ്സോർബ് ആവാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പാൻ ഉണക്കി കാഴ്ചകൊണ്ട് ഉണക്കാം. സമയമില്ല. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ലുക്ക് ലാസ്റ്റ് കാണിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാട്ടോ ഇത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് നമുക്കൊരു കൺസീലർ എടുക്കാം. ഇത് തീരാറായി, എനിക്ക് അതാണ് ടെൻഷൻ കാണുമോ. ഇത് മാസിന്റെ കൺസീലറാണ്. രാക്ഷസിന്റെ കൂട്ടൊക്കെ ഉണ്ടല്ലേ, കണ്ണാടി എടുക്കണം. ഇത് നോക്കി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടോ. ഐ ഷാഡോ പെട്ടാം. ഇത് 2 പാലറ്റ് എടുക്കുന്നുണ്ട്. ഒരെണ്ണം ഇൻസൈറ്റിന്റെയും ഒരെണ്ണം സ്വിസ് ബ്യൂട്ടിയുടെയും പാലറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. 2 വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു വെക്കാം. സോ ഇതും ഈ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഷെയ്ഡ് എടുക്കും. കൊളാവുമല്ലോ ഞാൻ രണ്ടാമത്തെ പേര്. കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്ത് ഈ സൈഡിൽ വരട്ടെ. സോ ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കാം. ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ മാസിൻ്റെ ഒരു മസ്കാര ആയിട്ടോ ഇടുന്നത്. ബ്ലഷായിട്ട് ഈ ഷീഗ്ലാമിൻ്റെ ഒരു ബ്ലഷായിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്ലഷാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ ഒരു ഹൈലൈറ്റർ ഇടണം എന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റർ ഒന്നും ഇടാഞ്ഞത്. ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മാസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഷെയ്ഡ് ബ്ലഡ് ബാത്ത് ആണ്. നമ്മൾ ഫേസിന് ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ഇടാം. നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തു. ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ ഒരുമാതിരിയൊക്കെ സെറ്റായി. ഇനി ഞാൻ ഹെയർ ഉണക്കിയിട്ട് വരാം. ചെയ്തു അതിന് ഫുള്ള് സെറ്റ് ചെയ്യുമ്പോൾ സെറ്റായിക്കോളും.
നമുക്കിനി ഇയറിങ്സും ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാം. ഇയറിങ്സ് ഒക്കെ ജ്വല്ലറീസ് ഇടാം. സോ ഫസ്റ്റ് എൻ്റെ കമ്മൽ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ച കമ്മലാണ്. സോ ഈ കയ്യിൽ വാച്ചു, ഈ കയ്യിൽ ഈ പവയും ഇട്ടു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇത് മാസം ലിപ്സ്റ്റിക്കും ടൈമില്ല. ഓക്കെ, സോ എൻ്റെ ഫുൾ ലുക്കിങ്. സോ ഇനി പോയിട്ട് കാണിച്ചു തരാം. ഫുൾ ടൈമില്ല ഗൈസ്, കഴിക്കുന്നു. ഈ ചിലപ്പം ഇതിൻ്റെ കൂടെ ഇടുന്നത്. ഞാൻ പോയിട്ട് വരാം. ഞാൻ വീഡിയോ നിന്നെ ഏൽപ്പിച്ചത് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്ന നീ തീർന്നടാ, നീ തീർന്നു. ഇടാൻ പോവാ. ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട് നിന്റേത്. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കമ്മലൊക്കെ ഊരി വെച്ച് ഭയങ്കര വെയിറ്റ് ആയി. സോ അങ്ങനെ
എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഒരു പെട്ടെന്നായിരുന്നു എല്ലാം. ഒന്നാമത് ഞാൻ ഒരുങ്ങിയിട്ട് പോയപ്പം കുറച്ച് താമസിച്ചായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അതിന്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് ഒന്നാമത് ഞാൻ ലേറ്റ് ആയിപ്പോയി. അതിന്റെ കൂടെ പെട്ടെന്ന് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊക്കെ കാണിച്ചോളൂ. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ടും ഞാൻ സത്യം പറഞ്ഞ ഇടയ്ക്കൊക്കെ മറന്നുപോയി. വ്ളോഗിന്റെ കാര്യം ഞാൻ മൊത്തത്തിൽ മറന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറക്കും, പിന്നെ ഇടയ്ക്ക് ഓർക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ കസിന്റെ കല്യാണം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കല്യാണം വരുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മ കാണില്ല. സത്യമായിട്ട് നമ്മളവിടെ ഫുൾ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മള് ഫംഗ്ഷൻ നോക്കുക, വീഡിയോ എടുക്കുക. സത്യം പറഞ്ഞാൽ അത് ശരി ടാസ്കുള്ള പണിയാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എന്തെങ്കിലും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോയും ഇതും കൂടെ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. എനിക്കും കുറച്ച് പാടായിരുന്നു. സാരമില്ല, ഞാൻ നെക്സ്റ്റ് കല്യാണത്തിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കാം. എനിക്ക് ഈ ഡ്രസ്സും ഈ കമ്മല് സത്യം പറഞ്ഞാൽ ഇന്നലെ പോയി മേടിച്ച കമ്മൽ, എന്റെ ഒരു കമ്മലുണ്ടായിരുന്ന കമ്മൽ കാണുന്നില്ല. അതിന് പകരമായിട്ട് എനിക്ക് ഇതിന്റെ കൂടെ മാച്ച് ആവുന്ന ഒരു കമ്മലും എന്റെ ഇല്ല. അങ്ങനെ ഇന്നലെ പോയി വാങ്ങിച്ച കമ്മലായത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണിച്ചാൽ നൈസ് കമ്മലല്ലേ. ഈ ഡ്രസ്സിന്റെ കൂടെ നല്ല മാച്ച് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുന്നു. ബട്ട് നേരിട്ട് കാണുമ്പോഴേ ചിലപ്പോൾ അതിന്റെ ഫീൽ ആ ഒരു ലുക്ക് മനസ്സിലാവത്തുള്ളായിരിക്കും. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡ്രസ്സും ഈ കമ്മലും സത്യം പറഞ്ഞാൽ ഇത് രണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ ഒന്ന് കൊള്ളാല. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചതാ, അഴിച്ചിട്ടേക്ക് വരുന്നു. ഇന്ന് മഴയായിരുന്നു. ഇന്ന് നല്ല മഴയായിരുന്ന കാരണം എന്റെ ഹെയർ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചല്ലായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞ ഈ തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ടാണ് എന്തോ ഇതിലെ മുടിയൊക്കെ ഉണ്ട്. അവസാനം ഒരുമാതിരി എണ്ണ വരട്ടിയ പോലെ ആയിപ്പോയി. അവസാനം അവിടെ ചെന്ന സമയത്തും നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയത്തൊക്കെ മുടിയൊക്കെ ഭയങ്കര ബോറായിപ്പോയി. എനിക്കത് മാത്രമുള്ളൊരു വിഷമം. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇനി കല്യാണത്തിന് വിളിക്കാം. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ഇടാം. ഓക്കെ, എന്റെ ഫുൾ ലുക്കും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സിന്റെ ഫ്രണ്ട് പോർഷൻ. എനിക്കിത് ഭയങ്കര നല്ല വർക്കില്ലേ ഈ വർക്ക്. പക്ഷെ ഷോള് ഫ്രണ്ട് ഇടുമ്പോ അതങ്ങ് പോവും. ഇതാണ്ടോ നൈസ്. കുറച്ചുകൂടി ഇതിന്റെ അറ്റത്ത് വർക്കുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എനിക്ക്. ഞാൻ കണ്ണാടിയിലൂടെ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചുകൂടെ ക്യൂട്ടായ പോലെ ക്രഞ്ചാണേലും എനിക്ക് തോന്നി ഇത്ര നാളുള്ളതിനേക്കാളും കുറച്ചുകൂടെ ക്യൂട്ടായ പോലെ. പക്ഷെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഹെയർ ഇങ്ങനെ വെട്ടിയുണ്ട്. മറ്റേ കുറച്ച് പാടായിരുന്നു ഗൈസ്. മറ്റേ ലെങ്ത് ഇത്രയും എനിക്ക് ലെങ്ത് ഉണ്ടായിരുന്നു ഹെയറിന്. ഇപ്പം ഇത്രയും ആയപ്പോ എനിക്ക് എങ്ങനെ വേണം ഹെയർ ഇടാൻ പറ്റിയതാണോ, 1-2 ഹെയർ സ്റ്റൈൽ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെട്ടിയത്. സോ അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ ഇനി കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങട്ട്. അറിയാലോ നിങ്ങൾക്കും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോ സത്ത്. സോ ഞാൻ കുറച്ചു നേരം ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഓക്കെ.